ആർമിൻ, നിന്റെ മനസ്സിൽ ഞാനൊരു നല്ല വ്യക്തി ആയിരുന്നല്ലേ? എന്തായാലും നിന്റെ ഭാഗ്യപരീക്ഷണം വിജയിച്ചു. ഇനി ഞാനൊരു കൈ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആനി അവളുടെ കൈ കടിക്കാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ ആർമിൻ സിഗ്നൽ കൊടുക്കുന്നു. സർവേ കോപ്സ് എല്ലാവരും വന്ന് അവളെ പിടിച്ചു വെക്കുന്നു. എന്നാൽ അവളുടെ കയ്യിലുണ്ടായിരുന്ന റിംഗ് ഉപയോഗിച്ച് അവൾ ഒരു ടൈറ്റനായിട്ട് മാറുന്നു. ജനങ്ങളെല്ലാം അത് നോക്കിക്കൊണ്ടു നിൽക്കുന്നു. ഇതേ സമയം തന്നെ മിക്കാസ എറിനെയും കൊണ്ട് അവിടെ നിന്നും പോവാണ്. ഫീമെയിൽ ടൈറ്റൻ ആയിരിക്കാൻ സാധ്യതയുള്ള വ്യക്തിയെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവളുടെ പേര് ആനി എന്ന് എർവിൻ പറഞ്ഞത് ആലോചിക്കുകയാണ് എറിൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ക്യാപ്റ്റൻ ലീവായും എറിനും കമാൻഡർ എർവിനെയും മറ്റുള്ളവരെയും കാത്തിരിക്കുന്നു. ക്യാപ്റ്റൻ ലീവായുടെ കാല് വേദനിക്കുന്നത് കണ്ടിട്ട് എന്നോട് ക്ഷമിക്കണം, ഞാനെടുത്തൊരു തെറ്റായ തീരുമാനം കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് എറിൻ പറയുവാണ്. ഇത് കേട്ട് ക്യാപ്റ്റൻ ലീവായി പറയുന്നു, ഞാൻ നിന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, നമ്മളെടുക്കുന്ന തീരുമാനത്തിന്റെ പരിണിത ഫലം എന്താണെന്ന് നമ്മളെ കൊണ്ട് പ്രവചിക്കാൻ സാധിക്കില്ല. ഇവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എർവിൻ സ്മിത്തും കൂട്ടരും അങ്ങോട്ട് വരുന്നത്. നോക്കുന്ന സമയത്താണ് ജിന്നും ആർമിനും മിക്കാസയും ഒക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുകയാണ് എറിൻ. ഫീമെയിൽ ടൈറ്റൻ ആയിരിക്കാൻ സാധ്യതയുള്ള ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് കമാൻഡർ പറയുന്നു. മറ്റന്നാളാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. സമൻസിന് മറുപടി നൽകാൻ തലസ്ഥാനത്തോട്ട് പോകുന്ന വഴിക്ക് ഈ മിഷനിൽ നമ്മൾ പരാജയപ്പെട്ടാൽ എറിന്റെ കസ്റ്റഡി തലസ്ഥാനം ഏറ്റെടുക്കും. പ്ലാൻ പ്രകാരം സ്റ്റേ ഹൗസിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് എറിനും കൂട്ടുകാരും ആ വ്യക്തിയെ ഈ തുരങ്കത്തിൽ എത്തിക്കണം. ഏറ്റവും താഴ്ന്ന നിലയിൽ അവരെ എത്തിക്കാൻ സാധിച്ചാൽ അവിടെ വെച്ച് ഇനി അവൾ ടൈറ്റനായാൽ വലുതായിട്ടൊന്നും അവളെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതിനു മുൻപ് അവൾ എങ്ങാനും ട്രാൻസ്ഫോം ആയാൽ എറിൻ പിന്നെ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്ന് പറയുവാണ് കമാൻഡർ. സാർ, അപ്പോൾ നമ്മൾ തിരയുന്ന വ്യക്തി സ്റ്റോയിസ് നഗരത്തിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ് എറിൻ. അതെ, അവൾ മിലിറ്ററി പോലീസിന്റെ ഒരു അംഗമാണ്. അവളെ തിരിച്ചറിഞ്ഞത് ആർമിനാണ് എന്ന് കമാൻഡർ പറയുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ പിടികൂടിയ ടൈറ്റൻസിനെ കൊന്നതും ഈ ഫീമെയിൽ ടൈറ്റൻ തന്നെയാണ്. മാത്രമല്ല അവൾ നിന്റെ കൂടെയാണ് ട്രെയിനിങ് കോപ്സിൽ ഉണ്ടായിരുന്നത്. ഇത് കേട്ട് എറിൻ ഞെട്ടുന്നു. നമ്മൾ സംശയിക്കുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ ആനി ലിയോൺ ഹാർട്ട്. അങ്ങനെ ടൈറ്റനായി മാറിയ ആനി ഇവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇവരാ തുരങ്കത്തിലൂടെ കടന്നു ഓടുവാണ്. ഓ നാശം, ആ മൂതരം ഞാൻ കള്ളം പറയാണെന്ന് അവൾക്ക് തുടക്കം തൊട്ടേ അറിയാമായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത ആക്രമണം അവൾ മുൻകൂട്ടി കണ്ടു. ഇത് ചെയ്യാൻ മറ്റൊരു മാർഗം ഉണ്ടായിരുന്നിരിക്കണം എന്ന് പറയുവാണ് ആർമിൻ. ഓ അത് പിന്നെ പറയാം, ഇപ്പൊ എന്ത് ചെയ്യുമെന്ന് പറ എന്ന് പറയുവാണ് മിക്കാസ. മൂന്നാം സ്ക്വാഡിന്റെ കൂടെ ചേർന്ന് നമുക്ക് മുകളിലോട്ട് പോകാം, എന്നിട്ട് പ്ലാൻ ബി ആയിട്ട് മുന്നോട്ട് പോകാം. എറിൻ, നീ തയ്യാറല്ലേ എന്ന് ആർമിൻ ചോദിക്കുന്നു. പെട്ടെന്നാണ് അവർ മൂന്നാം സ്ക്വാഡിനെ കാണുന്നത്. പ്ലാൻ പരാജയപ്പെട്ട കാര്യം ഇവർ അവരോട് പറയുന്നു. പെട്ടെന്ന് തന്നെ ആനി ആ മൂന്നാം സ്ക്വാഡിനെ അങ്ങ് ഇല്ലാതാക്കുന്നു. ഇവർക്കൊന്ന് ചിന്തിക്കാൻ പോലുള്ള സമയം അവൾ കൊടുത്തില്ല. എന്തു വില കൊടുത്തും എറിനെ തട്ടിക്കൊണ്ടുപോവാനാണോ അവർ നോക്കുന്നത്. ഇനി എന്തു ചെയ്യും? നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി അടഞ്ഞു. ഇപ്പോൾ 3D ഗിയർ ഉപയോഗിച്ചാൽ നേരെ അവളുടെ കൺമുമ്പിൽ ചെന്നുപെടും എന്ന് കരുതി ചാവാതെ എത്ര നേരം ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം, അന്ന് ആ ബീരങ്കിയുടെ ഉണ്ട തടുത്തതുപോലെ എന്ന് പറഞ്ഞ് എറിൻ അവരെ ചേർത്ത് നിർത്തുന്നു. അങ്ങനെ അവന്റെ കൈ കടിക്കുന്ന സമയത്താണ് അവനെ കൊണ്ട് ടൈറ്റനാവാൻ പറ്റുന്നില്ല. ഓ നാശം, വീണ്ടും ഇങ്ങനെ ഒരു സമയത്തെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ലക്ഷ്യം ഒന്നുകൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രമിച്ചു നോക്ക് എന്ന് പറയുവാണ് ആർമിൻ. എന്തൊക്കെ ചെയ്തിട്ടും അവനെ കൊണ്ട് ടൈറ്റനായി മാറാൻ പറ്റുന്നില്ല. ഇത്രയൊക്കെ എറിൻ ശ്രമിക്കുന്നത് കണ്ടിട്ട് നിൽക്ക്, ഇത്രയൊക്കെ നടന്നിട്ടും ആനിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നിനക്ക് മടിയാണോ? ആനിയുടെ കാര്യത്തിൽ നമുക്ക് തെറ്റുപറ്റിയെന്നാണോ നീ ഇപ്പോഴും ആലോചിക്കുന്നത്? കുറച്ചു നേരത്തെ നടന്നത് നീ നേരിട്ട് കണ്ടതല്ലേ? കൂടെ ഉണ്ടായിരുന്ന സൈനികരെയും കൊന്നത് അവളും തന്നെയല്ലേ? നീ ഇപ്പോഴും അത് കാണുന്നില്ലേ? ഹേയ്, ഒന്ന് മിണ്ടാണ്ടിരി, ഞാനിവിടെ ശ്രമിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് അവന്റെ കൈ കടിക്കുന്നു. ആനിയാണ് ഫീമെയിൽ ടൈറ്റൻ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുവാണ് എറിൻ. ഫീമെയിൽ ടൈറ്റന് തുടക്കം തൊട്ടേ എന്റെ മുഖം അറിയാമായിരുന്നു. മാത്രമല്ല തല തെറിച്ചവനെന്ന് നിന്റെ ഇരട്ട പേര് വിളിച്ചപ്പോ അവൾ ഒന്ന് പതറി. നമ്മുടെ കൂട്ടത്തിൽ കുറച്ചു പേർക്ക് മാത്രമേ നിന്റെ ആ പേരറിയൂ. മാത്രമല്ല ആ 2 ടൈറ്റൻസിനെയും കൊന്നത് ആനി തന്നെ ആയിരിക്കണം. അത്യാവശ്യം കഴിവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കൂ. അതിനുവേണ്ടി അവൾ 3D ഗിയറും ഉപയോഗിച്ചു കാണണം. പിന്നെ അന്ന് ആനി അവിടെ വെച്ചത് മാർക്കോയുടെ ഗിയർ ആയിരുന്നു. അതുകൊണ്ടാണ് അവളിൽ ആർക്കും സംശയം തോന്നാതിരുന്നത്. നീ എന്താ ഈ പറയുന്നേ? മാർക്കോൾക്ക് അതുമായിട്ട് എന്ത് ബന്ധമുള്ളത് എന്ന് ചോദിക്കുകയാണ് ജിൻ. എനിക്കറിയില്ല എന്ന് ആർമിനും പറയുന്നു. ഡേ ചെക്ക, ഇതൊക്കെ നീ ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ് ക്യാപ്റ്റൻ ലിവായ്. ആനിയുടെയും ഫീമെയിൽ ടൈറ്റിന്റെയും മുഖം ഏകദേശം സാമ്യമുള്ളതുപോലെ എനിക്ക് തോന്നിയിരുന്നു എന്ന് പറയുകയാണ് മിക്കാസ. ഓ, അപ്പൊ ഇതിനൊന്നും നിങ്ങളുടെ കയ്യിൽ തെളിവില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ലീവായ്. തെളിവില്ലേ? പിന്നെ എന്തിനാ ഇത് ചെയ്യുന്നേ? ഒരു പക്ഷേ അത് ആനി അല്ലെങ്കിലോ എന്ന് ചോദിക്കുകയാണ് എറിൻ. ആനിയല്ലെങ്കിൽ അവൾ നിരപരാധിയാണെന്ന് തെളിയും. നമ്മളൊന്നും ചെയ്യാണ്ട് ഇങ്ങനെ ഇരുന്ന തലസ്ഥാനത്തിന്റെ ബലിയാടാവും നീ. ആനിയെ പോലെ ഒരാളെ സംശയിക്കുന്നതേ മണ്ടത്തരമാണ് എന്ന് പറയുകയാണ് എറിൻ. ഇത്രയൊക്കെ കേട്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് മിക്കാസ അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് അവൻ ടൈറ്റനായി മാറിയ സമയത്ത് അവൾ തന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അവൻ ആലോചിക്കുന്നത്. ആ കാട്ടിൽ വെച്ച് ആ ടൈറ്റൻ നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് ആനിക്ക് മാത്രം അറിയാവുന്ന എന്തെങ്കിലും കാര്യം നീ ശ്രദ്ധിച്ചോ എന്ന് മിക്കാസ അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് ആനിയുടെ ആ മൂവ്മെന്റ് അവൻ ആലോചിക്കുന്നത്. അന്ന് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ആനി ചെയ്ത അതേ മൂവ്മെന്റ് അത് ആ ടൈറ്റനും ചെയ്യുന്നു. മനസ്സിലായല്ലോ അല്ലേ?
ആനി തന്നെയാണ് ആ ഫീമെയിൽ ടൈറ്റൻ എന്ന് പറയുകയാണ് മിക്കാസ. ഇനി വേറെ എന്തെങ്കിലും വികാരമാണോ നിന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നത് എന്ന് മിക്കാസ ചോദിക്കുന്നു. സോ എറിൻ ഇപ്പോൾ ടൈറ്റൻ ആവാൻ പറ്റുന്നില്ല. അവന്റെ ഫുൾ കോൺസെൻട്രേഷൻ അവന്റെ കയ്യിലല്ല, എന്തോ ഒന്ന് അവനെ തടസ്സം ചെയ്യുന്നുണ്ട്. ശരി, ഒരു വഴിയുണ്ട്. ഞാനും മിക്കാസയും ഒരേ സമയം ആ ദൂരം വഴിയും ആ കവാടം വഴി പുറത്തോട്ട് പോകും. അങ്ങനെ ചെയ്ത ആനിക്ക് ഞങ്ങളിൽ ഒരാളെ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റൂ. ആ സമയം ആരെയാണ് അവൾ ഫോളോ ചെയ്യാത്തത് അവിടെ കൂടെ എറിൻ പോവുക എന്ന് ആർമിൻ പറയുന്നു. നിക്ക്, ഇങ്ങനെ ചെയ്താ നിങ്ങളിൽ ഒരാൾ കൊല്ലപ്പെടില്ലേ? ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്ന നമ്മൾ 3 പേരും മരിക്കും എന്ന് ആർമിൻ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. ടൈറ്റൻ ആവാൻ പറ്റാതെ ഇനി എന്ത് ചെയ്യണോന്ന് അറിയാതെ നിസ്സഹായതയോടെ നിൽക്കുന്ന എറിനെയാണ് പിന്നെ കാണുന്നത്. പെട്ടെന്നാണ് ആനി എറിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഇതേ സമയം ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. തലസ്ഥാനമായ വാൾസീനയ്ക്കകത്ത് ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ജീവിക്കുന്നുണ്ട്. അവിടെ താമസിക്കുന്ന ഭൂരിഭാഗം പേരും രാജവംശമാണ്, അല്ലെങ്കിൽ രാജവംശവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ പ്രത്യേക അനുമതി മേടിക്കേണ്ടതുണ്ട്. മിലിറ്ററി വിഭാഗങ്ങൾ നേടുന്ന നേട്ടം വഴി വാൾസീനയ്ക്കകത്തെ പൗരത്വം നേടാൻ സാധിക്കും. താഴെ തട്ടിലുള്ളവർക്ക് വാൾസീനയിൽ പൗരത്വം നേടാനുള്ള ഏക മാർഗം ഇതാണ്. സോ അതുകൊണ്ടാണ് മികച്ച 10 പേരെ മാത്രം മിലിറ്ററി പോലീസായി തെരഞ്ഞെടുക്കുന്നത്. അവർക്ക് ഒരുപാടധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പുറത്തിറങ്ങിയ ആർമിൻ കാണുന്നത് എറിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ഫീമെയിൽ ടൈറ്റനെയാണ്. പെട്ടെന്ന് തന്നെ എറിന്റെ അടുത്തോട്ട് ആർമിൻ പോകുന്നു. ഇതേ സമയം മിക്കാസ ആ ടൈറ്റനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ ആ ടൈറ്റൻ മിക്കാസയെ കയ്യിൽ അങ്ങ് പിടിക്കുന്നു. അവളെ പെക്കുലൂടാന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവളുടെ വിരലുകളൊക്കെ വെട്ടി മിക്കാസ പുറത്തു ചാടുന്നത്. ഇതേ സമയം ആർമിൻ എറിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ബിൽഡിംഗ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് അവന്റെ മേലോട്ട് വീണിട്ടുണ്ടായിരുന്നു. മറ്റൊരു വശത്ത് മിക്കാസയെ അടിച്ച് താഴെയിടുവാണ് ആ ഫീമെയിൽ ടൈറ്റൻ. ഇതേ സമയം തന്നെ മറ്റ് സർവേ കോപ്സ് എല്ലാവരും അവളെ രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിലിറ്ററി പോലീസിന്റെ ഉയർന്ന ഓഫീസറായിട്ടുള്ള നെയിലിനെയാണ്. സപ്പോർട്ട് സ്ക്വാഡിനോട് അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടി പറയുന്നു. ഒരു സ്ഫോടന ശബ്ദമല്ലേ അവിടെ കേട്ടെ എന്ന് ചിന്തിക്കുവാണ് നെയിൽ. ഇതേ സമയമാണ് അങ്ങോട്ട് കമാൻഡർ എർവിൻ സ്മിത്ത് വരുന്നത്. നിന്റെ സൈനികരെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അയക്കണം. ഒരു ടൈറ്റൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ എന്ന് പറയാണ് എർവിൻ. നീ എന്താ ഈ പറയുന്നേ? ഇത് വാൾസീനയാണ്, ഇവിടെ എങ്ങനെ ഒരു ടൈറ്റൻ പ്രത്യക്ഷപ്പെടും എന്ന് ചോദിക്കുകയാണ് നൈൽ. ഇതേ സമയമാണ് ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന ജിന്നിനെ അവർ കാണുന്നത്. ഓ നാശം, ഈ കോപ്പിലെ വേഷം കെട്ടൊന്നും വേണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. കമാൻഡർ, എന്നെയും പോവാൻ അനുവദിക്കണം എന്ന് ജിൻ പറയുന്നു. 4ാം സ്ക്വാഡിന്റെ കയ്യിൽ നിന്നും ഗിയർ വാങ്ങിച്ചോളൂ എന്ന് പറയാണ് കമാൻഡർ. യെസ് സാർ. ആവേശം നല്ലതാണ്, ഒപ്പം സ്വന്തം ജീവൻ രക്ഷിക്കാനും മറക്കരുത് എന്ന് ക്യാപ്റ്റൻ ലിവൈ പറയുന്നു. സാർ എന്ന് പറഞ്ഞ് ജിൻ അവിടെ നിന്നും പോകുന്നു. ഇതൊക്കെ കണ്ട് നൈലിന് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എർവിൻ, എന്താണ് നടക്കുന്നത് എന്ന് അയാൾ ചോദിക്കുന്നു. ഇതേ സമയമാണ് കമാൻഡറിന് 3D ഗിയർ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. 3D ഗിയർ എല്ലാം ധരിച്ചുകൊണ്ട് കമാൻഡർ ഒരു യുദ്ധത്തിന് എന്നെ തയ്യാറാവുന്നു. ഹേയ്, 3D ഗിയറുള്ള എല്ലാവരും എന്നെ ഫോളോ ചെയ് എന്ന് കമാൻഡർ വിളിച്ചു പറയുന്നു. ഇതേ സമയം തന്നെ നൈലും കൂട്ടരും എറിന് നേരെ ഗണ്ണ് ചൂണ്ടുന്നു. നീ ഇപ്പൊ ചെയ്യുന്നത് ഒരു സംശയമില്ലാതെ പറയാം രാജ്യദ്രോഹമാണ്. നൈൽ, നിന്റെ മീശയുടെ വളർച്ച പോലെ തന്നെയാണോ ബുദ്ധിയുടെ വളർച്ചയും? ഇവിടെ നടക്കുന്നത് എന്താണെന്ന് നിനക്കിതുവരെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് ലീവൈ. എർവിൻ, 3D ഗിയർ അയച്ചു വെക്ക് എന്ന് പറയുകയാണ് നൈൽ. ഇതേ സമയം തന്നെ ജനങ്ങളെല്ലാം ടൈറ്റനെ കണ്ട് പരിഭ്രാന്തിയോടെ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു. മിലിറ്ററി പോലീസൊക്കെ ആണെങ്കിൽ പേടിച്ച് വരച്ച് അവിടെ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉപകാരമില്ലാത്ത വാഴകൾ, ഞാൻ ഇവരിൽ ഒരാളാവേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുവാണ് ജിൻ. ഏയ്, കീഴ്പ്പെടുത്താൻ ശ്രമിക്കരുത്, അതിന്റെ ചലനശേഷി മാക്സിമം കുറക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നൊരു ഓഫീസർ വിളിച്ചു പറയുന്നു. സോ ട്രെയിനിങ് കോപ്സിൽ മികച്ച 10 പേരാവണമെങ്കിൽ നിസ്സാരക്കാരായിരിക്കില്ലല്ലോ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇവർക്ക് അവളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സോ ഇവളുടെ മൂവ്മെന്റ്സ് എല്ലാം തന്നെ അവൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇത് ഇങ്ങനെയൊന്നും അവസാനിക്കാൻ ഞാൻ സമ്മതിക്കില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് മിക്കാസ് അങ്ങോട്ട് വരുന്നു. ഇപ്പോഴും ആർമിൻ എറിനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ജിൻ വരുന്നു. ഇവൻ ഇതുവരെ ടൈറ്റനായി മാറിയില്ലേ എന്ന് ജിൻ ചോദിക്കുന്നു. അവനെ കൊണ്ട് സാധിക്കുന്നില്ല. ആനിയാണ് ടൈറ്റൻ എന്ന കാര്യം അവനെ കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടായിരിക്കണം അവനെ കൊണ്ട് ടൈറ്റൻ ആവാൻ പറ്റാത്തത് എന്ന് ആർമിൻ പറയുന്നു. എടാ എറിൻ, നീ എന്താ കളിക്കുവാണോ? ഞങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ നിന്റെ മേത്താണെന്ന് പറഞ്ഞതല്ലേടാ. നിന്നിലാണ് ഈ ലോകത്തിന്റെയും ഈ മനുഷ്യരാശിയുടെയും ഞങ്ങളുടെ ഒക്കെ ജീവൻ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടാണോ? എടാ മാർക്കോനെ നീ മറന്നോ എന്ന് പറഞ്ഞ് ജിൻ അവിടെ ഇരുന്ന് കരയുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒരു കല്ല് വന്ന് വീഴുന്നു. അവർ രണ്ടുപേരും അവിടെ നിന്നും തെറിച്ചു വീഴുവാണ്. ഇത് കുഴപ്പമാവും, ആദ്യം അവളെ എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞ് ജിൻ അവളുടെ അടുത്തോട്ട് പോകുന്നു. എറിൻ, ഇത് ഞാൻ മുൻപ് ജിന്നിനോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തവർക്ക് ലൈഫിൽ ഒന്നും നേടാൻ സാധിക്കില്ല. മോൺസ്റ്റേഴ്സിനെ തോൽപ്പിക്കണമെങ്കിൽ സ്വന്തം ഹ്യൂമാനിറ്റി അവർ ഉപേക്ഷിക്കണം. നിനക്കതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ പോരാടുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ പോരാടിയാലേ വിജയിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് ആർമിൻ ആനിയുടെ അടുത്തോട്ട് പോകുന്നു. ഇതേ സമയം തന്നെ ആനി ഒരുപാടധികം സൈനികരെ ഇല്ലാതാക്കുന്നു. ആനി, ഇത്തവണ എന്നെ കൊല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭാഗ്യപരീക്ഷണം വിജയിക്കുമോ എന്നുള്ള ന്യായങ്ങൾ ഇനി പറയാൻ പറ്റില്ല. അങ്ങനെ ആർമിനും ജിന്നും ചേർന്ന് അവിടെ നിന്നും പോകുന്നു. അവൾ അവരെ ഫോളോ ചെയ്യുവാണ്. ഇതേ സമയമാണ് ഹാൻജി കെണിയുമായിട്ട് അവിടെ തയ്യാറായിട്ട് നിൽക്കുന്നത്.
പെട്ടെന്ന് തന്നെ ആനി അതുവഴി പോകുന്നു. ഹാൻജി ഇതിനു മുൻപത്തെ പോലെ തന്നെ റോപ്പ് ഉപയോഗിച്ച് അവളെ അങ്ങ് ബന്ധിക്കുന്നു. അങ്ങനെ അവളെ വലിച്ച് താഴെയിടുവാണ്. ഒരു വലിയ നെറ്റ് ഉപയോഗിച്ച് അവളെ അങ്ങ് കെട്ടിയിടുന്നു. പ്ലാൻ സി വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. ഇതാ കടക്കുന്നു. അതാണ് കമാൻഡർ എർവിൻ എന്ന് പറഞ്ഞ് ഹാൻജി അവളുടെ അടുത്തോട്ട് പോകുന്നു. അങ്ങനെ ഹാൻജി അവളുടെ കണ്ണിന് തൊട്ടടുത്ത് പോകുന്നു. ഇവിടെ ആവുമ്പോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിന്നെ സഹായിക്കാൻ ടൈറ്റനുകളെ വിളിക്കാൻ സാധിക്കില്ലല്ലോ. അതൊന്നും കുഴപ്പമില്ല, അവർക്ക് പകരം ഞാൻ നിന്നെ കടിച്ചെടുത്തോളാം. അതായത് നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന രഹസ്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിക്കുമെന്ന്. ഇത് കേട്ടപ്പോ അവൾ അവളുടെ കൈ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ ഇവരുടെ കയ്യിൽ ആവശ്യത്തിന് ആ റോപ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ഭാഗങ്ങളൊന്നും കവർ ചെയ്യാൻ വേണ്ടി ഇവർക്ക് കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുവാണ്. സോ അവൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അവളുടെ പുറകെ തന്നെ ജിന്നും ആർമിനും പോകുന്നുണ്ട്. ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തവർക്ക് ഒന്നും നേടാൻ സാധിക്കില്ല എന്ന് ആർമിൻ പറഞ്ഞത് എറിൻ ആലോചിക്കുന്നു. എനിക്കറിയാം, അതുകൊണ്ടാണ് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നവർ ഓരോരുത്തരായി എന്റെ കൺമുമ്പിൽ വെച്ച് മരിച്ചത്. അങ്ങനെ എറിൻ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ആലോചിക്കുന്നു. ശരിയേതാ തെറ്റേതാണെന്ന് ആലോചിക്കാൻ ഇപ്പോ സമയമില്ല. ഇപ്പോ ഇവിടെ നിന്ന് എഴുന്നേക്കുക, അവളെ ഇല്ലാതാക്കോ, അതായിരിക്കണം എന്റെ ലക്ഷ്യം. ഇതേ സമയം തന്നെ മിക്കാസ അടി കൊണ്ട് താഴെ വീഴുന്നു. ഇതേ സമയമാണ് എറിൻ ഒരു ടൈറ്റനായി മാറുന്നത്. ഇത് എല്ലാവരും കാണുന്നുണ്ട്. ടൈറ്റനായി മാറിയ എറിൻ ഓടിപ്പോയി ആനയുടെ മോന്ത കിട്ടുന്നത് കൊടുക്കുന്നു. അങ്ങനെ വീണ്ടും അവളെ അടിക്കാൻ വേണ്ടി എറിൻ അവൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി ഒരു എപ്പിസോഡ് കൂടിയേ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ സീസൺ 1 അവസാനിച്ചു. ഈ സീസൺ തീരുന്നതിനുള്ളിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ കുഴപ്പമില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.